ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഇന്നത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ശ്രീദേവിയോട് മാനസ പറയുന്നുണ്ട്, ഇതുവരെ കണ്ടതല്ല കേട്ടോ പൂരം, ഇന്ന് കാണാൻ പോകുന്നതാണ്. മാഡം എന്തൊക്കെയാണ് പറയുന്നത്, നീ കണ്ടോ? ഇപ്പോൾ ആ ബോംബ് പൊട്ടും, അപ്പം നിനക്ക് എന്തായാലും കാര്യങ്ങൾ മനസ്സിലാവും. ഇവരുടെ ചിരികളൊക്കെ ഇന്ന് അടങ്ങുമെന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ തന്നെ സ്റ്റേജിൽ വെച്ച് തന്നെ കൃഷും അതുപോലെ കൺമണിയെ സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ കൃപ പറയുന്നുണ്ട്, ഇന്ന് കൺമണിയുടെ അനുമോദനം മാത്രമല്ല ഇവിടെ നടക്കുന്നത്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ അതെൻ്റെ അച്ഛൻ തന്നെ പറഞ്ഞിട്ട് സാഗർ വിളിക്കുന്നുണ്ട്. ഇതുവരെ കൺമണി ഈ നമ്മുടെ കമ്പനിയിലെ ഒരു ഡിസൈനർ മാത്രമായിരുന്നു, ഇന്ന് അങ്ങനെയല്ല, എൻ്റെ മകൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയുടെയാണെന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ കൃഷ് കൺമണിയെ പ്രപ്പോസ് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് കാണുന്ന മാനസയ്ക്കും വരുണിനും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ മഹിക്ക് നല്ല ഇഷ്ടമാവുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ എന്തായാലും ഇത് ഇപ്പോൾ പൊളിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് തന്നെ എല്ലാവരും വന്നിട്ട് കൃഷ്ണയും കൺമണിയും അനുമോദിക്കാനായിട്ട് സ്റ്റേജിലോട്ട് കയറി വരുന്ന സമയത്ത് തന്നെ മാനസ വന്ന് കൃഷ്ണനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആ സമയം തന്നെ ആ ലഹരി കൃഷിൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിനകത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് കൺമണി കാണുന്നതുകൊണ്ട് അതിനുശേഷം അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ലല്ലോ, ഇത് വലിയ പ്രശ്നമാവുമല്ലോ. അങ്ങനെ അനിരുദ്ധനൊക്കെ എന്തായാലും റെഡിയായി നിൽക്കുകയാണ് അറസ്റ്റ് ചെയ്യാനായിട്ട്. പക്ഷെ കൺമണി വന്നിട്ട് ഗോകുലിനോടും അമ്മായിനോടും പറയുന്നുണ്ട്, നമ്മൾ പ്രതീക്ഷിച്ച പോലെ നടന്നല്ലോ അമ്മായി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ട്. കൺമണി ഒരു പക്ഷേ അതെടുത്ത് മാറ്റിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും അതിനൊരു പ്രതിവിധി കാണുന്നുണ്ട്. കൺമണിയോടാണോ മാനസയുടെ കളി? മാനസയും വരണോ ഇപ്പോൾ കൺമണിയും കൃഷ്ണനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും പറഞ്ഞ് കാത്തു നിൽക്കുകയാണ്. എന്തായാലും അവരുടെ ഈ പ്ലാനിങ്ങും പൊളിഞ്ഞു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കേട്ടോ.